ഗായ്സ്, അപ്പം നമുക്കൊരു മിനി വ്ലോഗ് ആയാലോ. രാവിലെ തന്നെ വീട്ടു ജോലിയൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ ഫ്രഷ് ആയിട്ട് ജിമ്മിൽ പോവുകയാണ്. വർക്കൗട്ട് ചെയ്യാനല്ല, നമ്മുടെ ഒരാഴ്ച കഴിഞ്ഞിട്ട് ജിമ്മിൽ ഓണം സെലിബ്രേഷനാണ്. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് ഞാൻ ഡാൻസ് പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടി ജിമ്മിൽ വന്നതാണ്. ഒരു 10 മണിക്ക് വരാൻ പറഞ്ഞത് ഞാൻ തന്നെ ചെന്നപ്പോൾ 10:25 പക്ഷേ ചേച്ചിക്കുട്ടി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, ബാക്കി ആരും വന്നതുപോലും ഇല്ലായിരുന്നു. അങ്ങനെ ബാക്കിയുള്ളവർക്ക് വേണ്ടി ഞങ്ങൾ വെയിറ്റ് ചെയ്യുവാണ്. അപ്പം സഫുവിനെ വെയിറ്റ് ചെയ്യുന്ന ടൈം കൊണ്ട് ഞങ്ങളാണെങ്കിൽ കുറേ ഫോട്ടോസൊക്കെ എടുത്തു. അത് കഴിഞ്ഞ് സഫു വന്നു. കുറച്ച് കഴിഞ്ഞപ്പോഴാണ് സഫു വന്നത്. രാവിലെ എണീറ്റപ്പോൾ തന്നെ എനിക്കാണെങ്കിൽ ഒന്നിനോടും ഒരു ഊർജ്ജം പോലും ഇല്ല. കാരണം എന്ന് വെച്ചാൽ എനിക്ക് പനിയുടെ ലക്ഷണങ്ങൾ കാണിച്ചു തുടങ്ങിയതുകൊണ്ട് തന്നെ എനിക്കാണെങ്കിൽ ഒന്നിനോടും ഒരു ഇൻട്രസ്റ്റ് ഇല്ലായിരുന്നു. ഉമ്മയടുത്ത് ഞാൻ പനിയുടെ കാര്യം പറഞ്ഞിട്ടില്ലായിരുന്നു. കാരണം ഉമ്മി പനി ഉണ്ടെന്ന് പറഞ്ഞാൽ എന്നെ നേരെ ഹോസ്പിറ്റലിലോട്ട് പോകാൻ പറയും. കാരണം എനിക്ക് ഹോസ്പിറ്റലിൽ പോകുന്ന ഒട്ടും ഇഷ്ടമല്ല. പിന്നെ എന്നെ ജിമ്മിൽ പോകാനും സമ്മതിക്കത്തില്ല പനിയാണെങ്കിൽ. പിന്നെ ഉമ്മയടുത്ത് പനിയുടെ ലക്ഷണങ്ങൾ ഉണ്ടെന്നും പറയാതെ തന്നെ ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങി, അല്ലെങ്കിൽ വിടത്തതുമില്ല. അപ്പോൾ എല്ലാവരും വന്നപ്പോൾ തന്നെ 10:45 11 മണിയായി. കാരണം എന്ന് വെച്ചാൽ അവരെ വെയിറ്റ് ചെയ്തുകൊണ്ട് തന്നെ നമ്മൾ ഡാൻസ് പ്രാക്ടീസ് ലേറ്റായി പോവുകയും ചെയ്തു. അങ്ങനെ നമ്മൾ ഉച്ചയ്ക്ക് 1 മണിക്ക് ഉള്ളിൽ തന്നെ നമ്മളാണെങ്കിൽ ഫുൾ സ്റ്റെപ്പ് നമ്മൾ പഠിച്ചെടുത്തു. ഇനി നമ്മൾ പ്രാക്ടീസ് ചെയ്താൽ മാത്രം മതി. എല്ലാ ദിവസവും ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് പ്രാക്ടീസ് ചെയ്ത് പോയാൽ മാത്രം മതി. സത്യം പറഞ്ഞാൽ ഒട്ടും പ്രതീക്ഷയില്ല ഈ ഒരു ദിവസം കൊണ്ട് സ്റ്റെപ്പ് ഇത്രയും പഠിച്ചെടുക്കാൻ പറ്റുമെന്ന് തന്നെ. സഫു ആണെങ്കിൽ ഇന്ന് മാത്രമേ ഉള്ളൂ ഫ്രീ ആയിട്ടുള്ളത് തന്നെ. അങ്ങനെ ഡാൻസ് പ്രാക്ടീസ് ഒക്കെ കഴിഞ്ഞ് ഇനി വീട്ടിൽ ചെന്ന് റെസ്റ്റ് എടുത്താൽ മാത്രം മതി എന്നുള്ള ഒരു ഇതേ ഉള്ളൂ. കാരണം ഞാനാണെങ്കിൽ പനിയുടെ ക്ഷീണവും പിന്നെ ഡാൻസ് പ്രാക്ടീസിൻ്റെ ക്ഷീണവും കൂടി തുടങ്ങും. അപ്പോൾ അത്രേ ഉള്ളൂ ഗൈസ്, ബൈ.